ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വെറും 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല. അത്രയും ഈസി ആയിട്ടും അതേ സ്ഥാനത്ത് നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ചപ്പാത്തീൻ്റെ കൂടിയും പൊറോട്ടേൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇപ്പോൾ വീട്ടിൽ നോൺ വെജ് ആയിട്ട് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, പിന്നെ കുറേ പച്ചക്കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് ഈ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളക് ഞാൻ 4ആയി കട്ട് ചെയ്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, തക്കാളീൻ്റെ വെള്ളം മാത്രമേ ഇതിലുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പ്രഷറെല്ലാം കംപ്ലീറ്റ് പോയപ്പോഴാണ് കേട്ടോ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം മാഷ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം നമ്മുടെ തവി വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ കുക്കർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കുക്കർ അടച്ച് വെക്കുന്ന ആ മസാലപ്പൊടി ഇടുന്ന സമയത്ത് തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. സൺഫ്ലവർ ഓയിൽ ആകുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കോക്കനട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂണോ ഒരു 1.25 വരെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്താൽ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാഷ് ചെയ്ത ടൊമാറ്റോ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഓയിലുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിൽ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഞാൻ എല്ലപ്പോഴും ചേർക്കാറുണ്ട്. എനിക്ക് അത് ഇടുന്നേരാണ് കുറച്ചും കൂടി ഇത് ടേസ്റ്റ് ആയിട്ട് തോന്നാൽ. ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ ഒരു ഹാൻഡ് ഫുള്ള് മല്ലിയിലിട്ട് കൊടുക്കുക. മല്ലിയിലെല്ലാം കൂടുതലിട്ടാൽ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ പഞ്ചസാര ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/4 ടീസ്പൂണും വേണ്ട, 1/4 ടീസ്പൂണിലും കുറച്ചിട്ടാൽ മതി, കൂടിപ്പോകാൻ പാടില്ല. പിന്നെ അവസാനമായി ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മെത്തി ഇട്ടാലും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ കസൂരി മെത്തിയും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് നമ്മളെ കറി ഒരു ബൗളിലേക്ക് പിന്നെ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ പഞ്ചസാര അവോയ്ഡ് ചെയ്യണം എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കറി വേണമെന്നുണ്ടെങ്കിൽ, അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസോ ടിപ്സോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്